ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ ഈ ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ടി വീണയുടെ വസതിയിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില റിട്ടേൺ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, അതോടൊപ്പം ചില റിട്ടേൺ നോട്ട്സ്, ഇതൊക്കെ കണ്ടെത്തി എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ്. ജെയിൻ ഹവാല കേസ് മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറിപ്പുകളുടെ നിയമസാധുത അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. പിന്നീട് കോഴിക്കോട് 9 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നു. ഹവാല ഇടപാടുമായി അടക്കം ബന്ധിപ്പിക്കാവുന്ന വിവരങ്ങൾ കിട്ടി എന്നതാണ് ഇ ഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മാത്രമല്ല 20 കോടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട് എന്നത് ഇ ഡി സാമ്പത്തിക കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണല്ലോ. അവർക്ക് നൊടിയിടയിൽ കിട്ടുന്ന വിവരമല്ലേ? അത് അഴിമതി നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതിനനുബന്ധമായിട്ടുള്ള നിയമ നടപടികളിലും ഉള്ള തെളിവ് മൂല്യമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ PMLA നിയമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും റെയ്ഡിലും കണ്ടെത്തുന്ന ഡോക്യുമെന്റ്സിന്റെ നിയമസാധുത. റെയ്ഡ് നടത്തുന്നത് PMLA നിയമത്തിന്റെ 17-ാം വകുപ്പ് പ്രകാരമാണ്. ആ റെയ്ഡ് നടത്തി കണ്ടെത്തുന്ന റിക്കവറി എന്ന് പറയുന്നതിന് ഇൻവെന്ററി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നിയമപ്രകാരമുള്ള മഹസറോടുകൂടി അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ PMLA നിയമത്തിന്റെ 22-ാം വകുപ്പ് പ്രകാരം ഒരു പ്രിസംഷനാണ്. അപ്പോൾ അത്തരത്തിൽ കണ്ടെത്തുന്ന ഡോക്യുമെന്റ്സിന് ആരുമായിട്ട് ബന്ധപ്പെട്ടാണോ അത്തരത്തിലൊരു അലിഗേഷൻ നിലനിൽക്കുന്നത് അവരുടെ കസ്റ്റഡിയിൽ നിന്നോ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് നിന്നോ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 22-ാം വകുപ്പ് പ്രകാരം ഒരു പ്രിസംഷനുണ്ട്. ആ പ്രിസംഷൻ എന്ന് പറയുന്നത് റിബട്ടബിൾ ആയിട്ടുള്ള പ്രിസംഷനാണ്. നമുക്ക് അത് റിബട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ആരാണോ കുറ്റാരോപിതയായി നിൽക്കുന്നത് അവർക്ക് റിബട്ട് ചെയ്യാം. നെവർദലെസ് അതിനകത്ത് പ്രിസംഷനുണ്ട്. അപ്പം പ്രിസംഷൻ എന്ന് പറയുന്നത് വളരെയധികം സാധുത ഈ റിക്കവറിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഫെമ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ ഡയറി സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്നവർ അവരൊരു പക്ഷേ വൈറ്റ് കോളർ ക്രിമിനൽസ് ആയിരിക്കാം, സാധാരണ അതിനകത്ത് ക്യാരിയേഴ്സ് ഉണ്ടാകാം, പലതരത്തിൽ അവർ മൂലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയോ ഇങ്ങനെ കടത്തുമ്പോൾ അവർ ഡിജിറ്റൽ ട്രെയിൽസ് കഴിയുന്നതും ലീവ് ചെയ്യില്ല. ആ ഡിജിറ്റൽ ട്രെയിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാണോ ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവർ ഫിസിക്കലി വെരിഫയബിൾ ആയിട്ടുള്ള ഒരു ബുക്ക് വെക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫെറ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടക്കുന്ന റെയ്ഡുകളിലൊക്കെ ഈ കണ്ടെത്തുന്ന ബുക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അത് സുപ്രീം കോടതി ശരിയാണ്, ഹവാല കേസിലും മറ്റനുബന്ധ കേസുകളിലുമൊക്കെ കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന ബുക്കുകൾ ഒരു സാധാരണ ബിസിനസിന്റെ ഭാഗമായുള്ള ക്രയവിക്രയങ്ങൾ രേഖപ്പെടുത്തുന്ന ബുക്ക് ഓഫ് അക്കൗണ്ട് ആയിരിക്കണം അതിന് മൂല്യമെന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇത് PMLA നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ ആണെന്നും പിന്നെ ഇതിനകത്ത് ഫെമ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഇപ്പോൾ കണ്ടെത്തിയെന്ന് ED അവകാശപ്പെടുത്തുന്ന ഈ കണക്ക് പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യം നിയമത്തിലുണ്ട്. എന്ന് മാത്രമല്ല, ഈ പുസ്തകം കണ്ടെത്തിയത് കൊണ്ടുണ്ടായ ഒരു ചാർജല്ല ഇത്. വ്യക്തമായിട്ട് മണി ലോണ്ടറിങ് ഒരു കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ട അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ കണ്ടെത്തുകയുണ്ടായത്. അപ്പോൾ ഈ 2.78 കോടിക്ക് പുറത്തുള്ള കണ്ടെത്തലുകൾക്ക് പരിമിതമായിട്ടുള്ള ഒരു നിയമ സാധുത മാത്രമേ PMLA നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് 2.78 കോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് അസാധാരണമായിട്ടുള്ള ഈ 22-ാം വകുപ്പ് പ്രകാരമുള്ള നിയമസാധുതയുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ പഴയകാല ജഡ്ജ്മെന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റിലൈ ചെയ്തുകൊണ്ട് ഈ കണക്ക് പുസ്തകത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഇവിടെ കുറ്റാരോപിതയായി നിൽക്കുന്ന വ്യക്തിയുടെ കൈയക്ഷരം അവർ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമായി അതാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ അവർ വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കണ്ടെത്തലുകൾ വരുന്ന സ്ഥിതിക്ക് പിന്നെ അതുകൂടാതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ഈ കണക്ക് പുസ്തകത്തിനും അതിനകത്തെ എൻട്രിക്കും നിയമസാധുത പിന്നീട് കൈവരാമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ അത് നമ്മളൊരു പബ്ലിക് ഡിബേറ്റിലാണെന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനകത്ത് ഒരു അഭംഗിയുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സാധാരണ നിയമ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിശകലനം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ കണക്ക് പുസ്തകത്തിന് പ്രാധാന്യമുണ്ട്.
PMLA റിക്കവറിയിൽ മധു ഫെമയിലും. അതിനോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇത്രയധികം നിയമപ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ തരത്തിൽ വീണ ടി പേപ്പർ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമല്ലേ? അത് ED മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കാം എന്നതാണ്. പക്ഷെ ഒരു വാർത്താക്കുറിപ്പ് ED ആധികാരികമായി അവർ ഓൺ ചെയ്ത് നൽകിയിരിക്കുന്ന വിവരത്തിൽ അവരുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഇത്തരം കുറിപ്പുകൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരില്ലേ? ആ വക കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു പോകാൻ കഴിയുമോ? അല്ലല്ല, ഈ സാധാരണ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെയും സൂചിപ്പിക്കുകയുണ്ടായി, ഇതിനൊരു ഡിജിറ്റൽ ട്രേസോ ഇമെയിലിലോ കമ്പ്യൂട്ടറിലോ ഒന്നും തന്നെ ഇതിന്റെ കണക്കുകൾ ആരും സൂക്ഷിക്കാറില്ല. എല്ലാവരും ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികൾ അവർ ബുദ്ധിമാന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന പിന്നീട് ഒരു തെളിവും അവശേഷിപ്പിക്കാൻ കഴിയാത്ത ഡോക്യുമെന്റ്സിലാണ് കഴിയാത്ത തരത്തിലുള്ള പിന്നീട് അത് റീക്ലെയിം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിലാണ് ഇത് സൂക്ഷിച്ചു വെക്കാറുള്ളത്. അപ്പൊ ഈ കണക്ക് പുസ്തകം എന്തുകൊണ്ട് സൂക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്ക് പുസ്തകം എപ്പോഴും വേണമെങ്കിലും നശിപ്പിക്കാം എന്ന് മാത്രമല്ല, ഈ കണക്ക് പുസ്തകം ആരുടെ നിയന്ത്രണത്തിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നോ ഒരു ഡിജിറ്റൽ ഡിവൈസിൽ നിന്നോ ഈ കണക്ക് പുസ്തകത്തിലേക്ക് ആക്സസ് ഉണ്ടാവില്ല. തങ്ങളുടെ സ്വന്തം വെരിഫിക്കേഷന് വേണ്ടി പണം ആർക്കൊക്കെ കൊടുത്തു, എങ്ങനെ കൈമാറി എന്നതിനെക്കുറിച്ച് തന്റെ സ്വന്തം ബോധ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബുക്കുകൾ സൂക്ഷിക്കുന്നത്. ഫെമയുമായിട്ട് ബന്ധപ്പെട്ടും PMLA നിയമവുമായിട്ട് ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കണക്ക് പുസ്തകങ്ങൾ വളരെ സാധാരണമായിട്ടുള്ള വിഷയമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പൊ നമ്മളൊരു ചർച്ചയിൽ ഇങ്ങനെ വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന്റെ ഭംഗിരാഹിത്യം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ ഞാൻ അപ്പിയർ ചെയ്യാറുണ്ട്. അപ്പോഴെല്ലാം ഇങ്ങനെ കുറ്റാരോപണം നേരിട്ടിട്ടുള്ള വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് ഇത് ഇങ്ങനെ ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം കാര്യങ്ങളിലും അവർ ഡിസ്ക്ലോസ് ചെയ്യാറുള്ളത്. അപ്പം അവർക്ക് ശാസ്ത്രീയമായിട്ട് അപ്പം ഈ കണക്ക് പുസ്തകം കണ്ടെത്തിയത് അതൊരു മിഥ്യയാണ് അല്ലെങ്കിൽ അതൊരു തട്ടിപ്പാണ് എന്നൊരു ആരോപണം അതിനോട് ചേർന്ന് നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ED അന്വേഷിക്കുന്നുണ്ട് ആരുടെ കയ്യക്ഷരമാണെന്നുള്ളത് അവർ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തട്ടെ. പിന്നെ അത് മാത്രമല്ല, ED ഇനി ഏജൻസി കുറ്റാരോപിതയെ ഇനി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയൊക്കെ അവർ സമ്മൺ ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ്സും എടുക്കുന്നുണ്ടാകുമല്ലോ. സത്യത്തിലേക്ക് വഴി തെളിയട്ടെ അന്വേഷണത്തിലൂടെ. Debate with Madhu Saji.